എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഡിബേറ്റും ഇങ്ങനെ ഒരു ചർച്ചയും ആദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ആരാണ് ശരിക്കും സീനിയേഴ്സ്, ആരാണ് ശരിക്കും ജൂനിയേഴ്സ്? അവർ സീനിയേഴ്സ്, ഞങ്ങൾ സീനിയേഴ്സ്. നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും ജൂനിയേഴ്സാണ്. മനസ്സുകൊണ്ട് ലുക്കും ഉണ്ട്. അത് നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. നമ്മളൊരിക്കലും. ആ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മലയാള ഈ പ്രസ്താവനയോട് നിഷേധിക്കുന്നോ അതോ സ്വീകരിക്കുന്നോ? ഉറപ്പായിട്ട് നിഷേധിക്കും. അശോകൻ മലയാളത്തിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെടുത്തി അശോകന്റെ ഒരുപാട് ഗോസിപ്പ് വന്നിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അവരിന്ന് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കഴിയുന്നു ചെന്നൈയില്. സോറി, അയ്യോ, അശോകേട്ടന്റെ തനി ചായ ഉള്ള ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അശോകേട്ടന്റെ ചായ അല്ല എന്തോ ഒരു ഇവരമില് പ്രേമല്ലായിരുന്നു, ഇവര് അടുപ്പായിരുന്നു. അതല്ല, അടുപ്പായിരുന്നു. സുധീഷ് ഡയറക്ട് ചെയ്തു ഒരു. അയ്യോ, ഇതെങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം എവിടെയെങ്കിലും വന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ വിനീത് അതിന് മറുപടി കൊടുക്കില്ല. വിനീത് പോയി സ്വന്തം മുറിയിൽ കുറ്റിയിട്ടിട്ട് ഒരു ഡാൻസ് കളിക്കും. വേർത്ത് കുളിച്ചിട്ട് വീണ്ടും വന്നിട്ട് മനോജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഒരു പാട്ട് പാടി പ്രേമം അവസാനിക്കും. ഏത് പാട്ടെന്നൊന്നും പറയാനില്ല. ഇല്ലായിരുന്നു പാട്ട് നോക്കിയിട്ട് ഒരു പാട്ട് പാടും, തീർന്നു. അതോടുകൂടി തീർന്നു. പാട്ട് പാടിയിട്ട് അതെടുത്ത് വയ്ക്കും, കഴിഞ്ഞു, പൊക്കൂടെ. പക്ഷെ വേറെ പേരുണ്ട്, വിനീതാണെങ്കിൽ ഒരു ബോണസ് കൂടെ കിട്ടിയെന്നെ, ഒരു ചെറിയ ഡാൻസ് ഇടും. പാട്ടിൽ ഒതുങ്ങി അത് ഒരു ചെറിയ ഡാൻസും കൂടെ. ഈ പറയുന്ന പോലെ ഞങ്ങളൊക്കെ വിട്ടിട്ട് ഒരു മനസാക്ഷിയില്ല UK ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്യും. ഞാനും അശോ വീണ്ടും പോയില്ലേ, സാരമില്ല. ഞാൻ പറയും അശോന്റെ അടുത്ത്, അശോ വൈഫിന്റെ അടുത്തല്ലേ. അല്ല എന്നാലും അത് അല്ലാതെ